Hi, Assalamualaikum. Welcome back to my channel, my tricks and tips. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ മലബാർ മീൻകറിയാണ്. അയില വെച്ചിട്ട് എങ്ങനെ ഈ മീൻകറി ഉണ്ടാക്കും എന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. കടുക് അത് ഓപ്ഷണലാണ്, ഉലുവ, മഞ്ഞൾ, മല്ലി, മുളക് പൊടി, പച്ചമുളക്, ഇഞ്ചി, ഒരു ചെറിയ പീസ് കശ്മീരി മുളക് പൊടി, വെളിച്ചെണ്ണ, വെളുത്തുള്ളി 10 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഉപ്പ്, മീൻ, തക്കാളി, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഈ 2 നാടൻ തക്കാളിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നാടൻ തക്കാളിക്കാണ് നല്ല ഗ്രേവി ഉണ്ടാവുക, ടേസ്റ്റും കൂടുക. അതുകൊണ്ട് നിങ്ങൾ നാടൻ തക്കാളി കിട്ടുകയാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഇനി ഞാനിത് ഉണ്ടാക്കുന്നത് എന്തിലാന്ന് നോക്കാം. ഈ ഒരു ചട്ടിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചട്ടി ഉള്ളവരാണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. വെളുത്തുള്ളി, ഇഞ്ചി ഇതുപോലെ ഒന്ന് ചതച്ച് എടുത്തതാണ്, ഓവറായിട്ട് അരയ്ക്കുന്നില്ല. പിന്നെ 3 കുരു പുളി, നാടൻ വാളം പുളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്യുക. ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ആയി കിട്ടാൻ ഇതുപോലെ വലുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് നല്ലത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നല്ല ചൂടായി വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ ഉലുവ ഇടുക. ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇതിലേക്കിടുക. 10 അല്ലി വെളുത്തുള്ളിയിൽ 3 അല്ലി വെളുത്തുള്ളി ഞാൻ തൊലിയോട് കൂടിയാണ് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അതായത് ആ പച്ചമണം ഒന്ന് പോകുന്നത്. ആ സമയത്ത് തന്നെ ആ പുളിയും കൂടെ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. പുളിയും ഇട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ആ സമയത്ത് തന്നെ പച്ചമുളകും കൂടെ ഇടുക. 1 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. കറിവേപ്പില ഇടുമ്പോൾ തണ്ടോട് കൂടി തന്നെയാണ് ഞാൻ ഇടുന്നത്. ഇങ്ങനെ ഇറന്നിട്ട് തണ്ട് മുറിച്ചിട്ട് അതിലേക്ക് തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. തണ്ട് ഒഴിവാക്കുന്നില്ല. ഇനി ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഈ മുറിച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർക്കാം. തക്കാളി സ്കിന്ന് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഈ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നത്. തക്കാളി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താൽ വേവില്ല എന്നുള്ളത് തെറ്റായ ധാരണയാണ്. നമ്മൾ ഗ്യാസ് സിമ്മിലാക്കി വെച്ചിട്ട് മൂടി വെക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വെന്ത് കിട്ടും തക്കാളി. ഏത് രീതിയിലുള്ള തക്കാളി ആണെങ്കിലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടും. നല്ലപോലെ അടച്ച് വെക്കുക. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. ആ സമയത്ത് തക്കാളി ഒരു പകുതി വേവായിട്ടുണ്ടാവും. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഓരോരുത്തരും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്ന പോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയുടെ സ്കിന്ന് നമുക്ക് ശരീരത്തിന് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാനിത് വലുതായിട്ട് തന്നെ കട്ട് ചെയ്യുന്നത്. ചെറുതാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കിന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ അങ്ങ് കഴിക്കേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ചെയ്യുക എല്ലാവരും ഇനി ചെയ്യുമ്പോൾ. ഇനി നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടിയും മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത്. നാടൻ മഞ്ഞൾപ്പൊടിയാണിത്. നിങ്ങൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ കളറിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി മുളക് പൊടി ഇടുക. 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. കാശ്മീരി മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവിക്ക് കുറച്ച് കട്ടിയും കൂടുതലായിട്ട് കിട്ടും, പിന്നെ കളറും കിട്ടും. ഈ 2 ഉപകാരമാണ് കാശ്മീരി മുളക് പൊടി കൊണ്ടുള്ളത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് നല്ല പോലെ മിക്സ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗ്യാസ് സിമ്മിലാണ് ഇടേണ്ടത് കേട്ടോ. കൂട്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. മസാല കരിയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോൾ തീ കുറച്ച് വെക്കുക.
ഇനി ഇത് നല്ലപോലെ മൂടി വെക്കുക. ആ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ സാദാ ഉലുവ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അത് ഫ്രൈ ചെയ്യേണ്ട, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. കണ്ടില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ തക്കാളിയിലുള്ള ഗ്രേവിയൊക്കെ പുറത്തേക്ക് വന്നിട്ട് നല്ല ഒരു കുഴഞ്ഞ രൂപത്തിലുള്ള മിക്സായി വരും ഈ കറി. കണ്ടില്ലേ, തക്കാളിയും ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. തക്കാളി ആ കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. ഈ കറിയിൽ നല്ല പോലെ ഉടഞ്ഞ് കിട്ടണം. അതാണ് ഇതിൻ്റെ പരുവം. കണ്ടില്ലേ, നല്ല പോലെ ഉടച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്കിന്നും ഒരു 1/4 ഭാഗത്തോളം ഇതിൽ നിന്ന് റിമൂവായി പോയിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കട്ടിയുള്ള ഗ്രേവിയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം യൂസ് ചെയ്യുന്നില്ല. പിന്നെ തക്കാളിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം മീൻ വേവാനുള്ള ഒരു വെള്ളം മാത്രമാണ് ഇതിനാവശ്യമുള്ളൂ. കണ്ടില്ലേ, നല്ല പോലെ ആ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ഇതുപോലെ വേവിക്കുക. ഇനി 2 മീനാണ് ഞാനിതിന് യൂസ് ചെയ്തിട്ടുള്ളത്. മീനിടാം, ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല. ഈ ഒരു മീനിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ സ്പൂണ് വേണ്ടൂ. ഇനി നമുക്ക് സ്പൂണ് വേണ്ട. ഇതുപോലെ മൂടി വെക്കുക. ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് മൂടുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇനി കയ്യിലിട്ട് സ്പൂണിട്ടൊന്നും ഇളക്കാനേ പാടില്ല. ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുകയേ ചെയ്യാവൂ. ഈ സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമ്മൾ ഇതിലോട്ടിടുക. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നാടൻ കറിവേപ്പിലയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് സിമ്മിൽ വെച്ചിട്ട് നല്ല പോലെ കുക്ക് ചെയ്യാം. ഒരുപാട് വേവണ്ട. ഗ്രേവി കുറുകി വരുന്ന ആ ഒരു ടൈം വരെ മാത്രം വേവിച്ചാൽ മതി. കണ്ടോ, ഇനിയാണ് ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് വെന്ത് കഴിഞ്ഞു, പാകമായ വേവും ആയി. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മേലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം. സംഭവം പാകമായിട്ടുണ്ട്. ഇനി ഇതുപോലെ മൂടി വെക്കുക. ഇതിലുള്ള ആവി പുറത്തേക്ക് പോകുന്ന രീതിയിൽ കുറച്ച് വിട്ടിട്ട് വേണം മൂടി വെക്കാൻ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ കറി പാകമായി വന്നിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ല ഒന്നും കൂടെ കുറുകി വരും. ഇതുപോലെയാണ് നമ്മുടെ കറിയുള്ളത്. ഇതാണ് നമ്മുടെ നാടൻ മലബാർ മീൻ കറി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും അടുത്ത വീഡിയോ ആയി വരുന്നവരെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.